ഹലോ ഗൈസ്, സഫീറാണ്. വെൽക്കം ടു ദ വീഡിയോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകാനുള്ള പരിപാടിയാണ്. പെരുന്നാൾ ലീവൊക്കെ ആയതുകൊണ്ട് ഫാമിലിയൊക്കെ ആയിട്ടൊരു ഔട്ടിങ്ങിന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പാലക്കാട് ലുലു ഒക്കെ വന്നതിന് ശേഷം ഫാമിലി ഒന്നും കൊണ്ടുപോയി കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ മറൈൻ അക്വേറിയത്തിൻ്റെ ഒരു ഷോ പാലക്കാട് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ഒരുമിച്ച് പോയി കാണാമെന്ന് വിചാരിച്ച്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പോണ വഴിയിൽ പറയാം. ട്രിപ്പ് പോകുന്ന വിവരം തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തിരുന്നത് കൊണ്ട് എല്ലാവരും രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡിയാവാൻ കയറിയിട്ടുണ്ട്. പെരുന്നാളായതുകൊണ്ട് തന്നെ പെങ്ങളും കുട്ടികളൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും റെഡിയാകാൻ കയറിയ ആ ഗ്യാപ്പിൽ ഞാൻ വണ്ടിയൊക്കെ കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. യാത്ര പോകാൻ വേണ്ടി ഞങ്ങൾക്കൊപ്പം ബാപ്പയുടെ ഫ്രണ്ട് കുഞ്ഞാണിക്കായും ഫാമിലിയും കൂടി ഉണ്ട്. 2 കാറുകളിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ എണ്ണത്തിൽ കൂടുതലുണ്ടായതുകൊണ്ട് എൻ്റെ ഉപ്പായും ഉമ്മായും കുഞ്ഞാണിയക്കാരെ കാറിലാണ് കയറിയിരുന്നത്. കുഞ്ഞാണിയക്കയും വൈഫും മോളും മാത്രമേ ആ കാറിലുണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 11 മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ വണ്ടിയിൽ പെങ്ങളും അവളുടെ കുട്ടികളും പിന്നെ എൻ്റെ വൈഫുമാണ് ഉണ്ടായിരുന്നത്. കുട്ടികളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് ഓരോരോ തമാശകളൊക്കെ പറഞ്ഞ് നല്ല എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത്. എൻ്റെ വീട്ടിൽ നിന്നും പാലക്കാട്ടേക്ക് ഏകദേശം ഒരു 50 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനുണ്ട്. ഒലവക്കോട് എത്തിയപ്പോഴത്തേക്കും ഏതാണ്ട് നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. രാവിലെ ചെറിയ രീതിയിൽ മാത്രം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വന്നതുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത് കണ്ട റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ വണ്ടി നിർത്തി. പെരുന്നാളായതുകൊണ്ട് തന്നെ നോൺ വെജൊക്കെ എല്ലാവർക്കും കഴിച്ചു മടുത്തിരുന്നു. അതുകൊണ്ട് മീൽസ് ആയിരുന്നു എല്ലാവർക്കും വേണ്ടിയിരുന്നത്. പക്ഷെ ഞങ്ങൾ നിർത്തിയ ഹോട്ടലിലെ മീൽസ് തമിഴ്നാട് സ്റ്റൈലിൽ ഉണ്ണിയരിയൊക്കെ വെച്ച് തയ്യാറാക്കിയതായിരുന്നു. അത് കഴിച്ച് ശീലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. കൈയൊക്കെ എല്ലാവരും ഈ കടയിൽ നിന്ന് കഴുകി വൃത്തിയാക്കിയതുകൊണ്ട് ഇനി അടുത്ത കടയിൽ കയറുമ്പോൾ കഴുകേണ്ട ആവശ്യമില്ല. അവിടെ നിന്നും ഇറങ്ങിയതിന് ശേഷം പിന്നീട് ഞങ്ങൾ ബൈപ്പാസ് റോഡിലുള്ള കടൽ എന്നൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടെ മീൽസ് ഉണ്ടായിരുന്നു. ഉച്ച സമയമായതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ അല്പസമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ സമയം കൊണ്ട് ഞാൻ ഫോൺ ചാർജ് ചെയ്യാനിട്ടു. ചെറിയ പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് കുട്ടികൾക്കും ബോറടിച്ചില്ല. ഇവിടെ ഒരാൾ ചൂണ്ടയ്ക്കിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ഞങ്ങൾ 5 പേർ പൊതിച്ചോറും ബാക്കിയുള്ളവർ മീൽസുമാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു അവിടുത്തെ. എല്ലാവരും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും വണ്ടി തിരിച്ചു. പാലക്കാട് അത്യാവശ്യം നല്ല ചൂടാണ്. അതുകൊണ്ട് ഫസ്റ്റ് ലുലു മാളിലേക്ക് പോവാം. അത് കഴിഞ്ഞ് വൈകുന്നേരം ചൂടൊക്കെ കുറഞ്ഞതിന് ശേഷം മറൈൻ വേൾഡ് അക്വേറിയം കാണാനും പോകാമെന്ന് തീരുമാനിച്ചു. ഞാൻ പാലക്കാട് പോളിയിൽ പഠിച്ചതുകൊണ്ട് തന്നെ ഇവിടുത്തെ വഴികളെല്ലാം എനിക്ക് സുപരിചിതമാണ്. കോളേജ് ലൈഫ് കഴിഞ്ഞതിൽ പിന്നെ ഈ വഴിയൊക്കെ വളരെ റയറായിട്ട് മാത്രമേ വരാറുള്ളൂ. നിങ്ങൾ ഈ കാണുന്നതാണ് പാലക്കാട് മെഡിക്കൽ കോളേജ്. ഇപ്പോഴും ഇത് ഡെവലപ്പിംഗ് സ്റ്റേജിലാണുള്ളത്. അപ്പോൾ അല്പസമയത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ലുലു മാളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കണ്ണാടി എന്ന സ്ഥലത്ത് ഹൈവേക്ക് സമീപത്തായിട്ടാണ് ലുലു മാൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു സിഗ്നൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവിടെ നല്ല ബ്ലോക്കായിരുന്നു. ബ്ലോക്കിൽ നിന്നുമൊക്കെ ഒരുവിധം രക്ഷപ്പെട്ട് ഞങ്ങൾ ലുലുവിലോട്ട് കയറി. ട്രിവാൻഡ്രത്തെയും എറണാകുളത്തെയും ഒക്കെ ലുലു മാളുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ ചെറുതാണ്. ഇൻഫ്രാസ്ട്രക്ചർ ചെറുതാണെങ്കിലും നിലവാരത്തിൽ ഒട്ടും തന്നെ കുറവ് വരുത്തിയിട്ടില്ല. അത്യാവശ്യം വലിയ രീതിയിലുള്ള കാർ പാർക്കിംഗ് സൗകര്യവും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ലുലുവിൻ്റെ അകത്ത് കയറി. കൊള്ളാം, നല്ല തണുപ്പൊക്കെ ഉണ്ട്, മിച്ചു പറഞ്ഞു. ആദ്യമായി ഫാഷൻ സ്റ്റോറിലേക്കാണ് ഞങ്ങൾ പോയത്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഫാഷൻ സ്റ്റോർ ഉള്ളത്. എൻ്റെ വൈഫ് ഷിനു ആണ് എല്ലാവരെയും മുന്നിൽ നിന്ന് നയിക്കുന്നത്. അവൾക്ക് മാളിലൊക്കെ പോയി നല്ല പരിചയമുണ്ട്. എസ്കലേറ്ററാണ് അടുത്ത വിഷയം. ഒരു വിധത്തിൽ എല്ലാവരെയും തള്ളിക്കയറ്റി. കൂട്ടത്തിൽ എൻ്റെ പെങ്ങൾക്കാണ് ഏറ്റവും പേടി. പണ്ടേതോ മാളിൽ പോയി എസ്കലേറ്ററിൽ കയറിയപ്പോൾ വീഴാൻ പോയി. അന്ന് തുടങ്ങിയുള്ള പേടിയാണ്. എന്നാൽ പിന്നെ ഇന്ന് എന്തായാലും ഇവിടെ ഇത് പഠിപ്പിച്ചെടുക്കണമെന്ന് ഉപ്പയ്ക്കും വാശിയായി. അങ്ങനെ അവസാനം അവളും അത് പേടിയില്ലാതെ യൂസ് ചെയ്യാൻ പഠിച്ചു. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ ഫാഷൻ സ്റ്റോറിലെത്തി. എല്ലാവരും അവരവരുടെ ഇൻട്രസ്റ്റുകൾക്കനുസരിച്ച് തിരയാൻ തുടങ്ങി.
കുട്ടികളെല്ലാം നല്ല എക്സൈറ്റഡ് ആയിരുന്നു. മിച്ചു നേരെ ടോയ്സിൻ്റെ സെക്ഷനിലേക്ക് ഓടി. പലതരം തോക്കുകളും കാറുകളും ഒക്കെ കണ്ട് ഇതിലെ ഏതിനു വേണ്ടി വാശി പിടിക്കണമെന്ന് ആലോചിച്ച് അന്തം വിട്ടു നിന്നു. പൊന്നുവിനെ ആകർഷിക്കാൻ ഇവിടെയുള്ള ടെഡ്ഡി ബിയേഴ്സ് തന്നെ ധാരാളമായിരുന്നു. താത്താക്ക് ബാഗുകൾ കാണിച്ചു കൊടുക്കുന്ന തിരക്കിലായിരുന്നു ഷിനു. ഉമ്മയാകട്ടെ വീട്ടിലേക്കും അടുക്കളയിലേക്കുമുള്ള ആവശ്യ വസ്തുക്കളുടെയൊക്കെ വില തിരക്കിക്കൊണ്ടിരുന്നു. മിച്ചു ആകട്ടെ ഇവിടെ ഓരോരോ ടോയ്സിനു വേണ്ടി വാശി പിടിച്ചുകൊണ്ടേയിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പം ഓർമ്മ വന്നു. ഞാനും ഇതുപോലെ കുരുത്തം കെട്ടൊരു സാധനമായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് ഇഷ്ടപ്പെട്ട ടോയ് എടുത്തോളാൻ ഞാൻ അവനോട് പറഞ്ഞു. അവനൊരു ടോയ് കാറാണ് എടുത്തത്. ഈ ഒരു ഐറ്റം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും കുറച്ച് സമയം അത് നോക്കി നിന്നു. പൊന്നുവിന് ഡോൾ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷിനു ആണ്. അവസാനം അവൾക്കും ഒരു നല്ല ടോയ് കിട്ടി. ചെറിയ രീതിയിലുള്ള ഒരു പർച്ചേസിങ്ങിന് ശേഷം ഞങ്ങൾ ഫാഷൻ സ്റ്റോറിൽ നിന്നും ഇറങ്ങി. അടുത്തതായി ഞങ്ങൾ പോകുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ്. അത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഹൈപ്പർ മാർക്കറ്റിൽ കയറുമ്പോൾ തന്നെ മുന്നിലായി വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. മറ്റു എല്ലാ ലുലുകളിലെയും പോലെ തന്നെ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ടായിരുന്നു ഈ ഹൈപ്പർ മാർക്കറ്റിലും. വിഷു സീസൺ ആയതുകൊണ്ട് തന്നെ ഗ്രോസറി ആൻഡ് വെജിറ്റബിൾസിനൊക്കെ നല്ല ഓഫറുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നേരെ പോയത് ഫുഡ് സെക്ഷനിലോട്ടാണ്. ഇതാണ് നമ്മുടെ ഏരിയ. ഇവിടെയുള്ള എല്ലാ ഐറ്റംസും വെറുതെ സെർച്ച് ചെയ്തതിന് ശേഷം സ്ഥിരമായി ലുലുവിൽ വരുമ്പോൾ വാങ്ങാറുള്ള ഈ ഐറ്റംസ് മാത്രം അവിടെ നിന്നും വാങ്ങി. ഉപ്പയും കുഞ്ഞാണിയാക്കയും ചേർന്ന് ചിക്കൻ സ്റ്റാളുകളിലെ നൂതന പരിഷ്കാരങ്ങളൊക്കെ വീക്ഷിക്കുന്നുണ്ട്. ഉപ്പാൻ്റെ ചിക്കൻ സ്റ്റാളിൽ ഇതെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. എല്ലാം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഉപ്പ പറയാണ്, ഇതൊന്നും ഉപ്പാടെ കടയുടെ അത്ര പോരത്രേ. കുട്ടികളെല്ലാവരും ചേർന്ന് എന്തൊക്കെയോ മിഠായികളൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. ചെറിയ പർച്ചേസിങ്ങിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. എല്ലാവരും ഒരുമിച്ച് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായി. വെയിലിൻ്റെ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അടുത്തതായി ഞങ്ങൾ പോകുന്നത് മറൈൻ വേൾഡ് അക്വേറിയം കാണാൻ വേണ്ടിയാണ്. ഇതുള്ളത് പാലക്കാട് സ്റ്റേഡിയത്താണ്. മറൈൻ അക്വേറിയത്തിലേക്ക് ലുലുവിൽ നിന്ന് ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ പിറകിലോട്ട് സഞ്ചരിക്കാനുണ്ട്. വീഡിയോ കുറച്ച് ലെങ്ത് കൂടുന്നുണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ട് മറൈൻ അക്വേറിയത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം സഫീർ പാഞ്ചോല.